ഇനി ക്യാൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കാട്ടിലും ക്യാൻസറിന് ഉപയോഗിക്കുന്ന സപ്പോർട്ടിംഗ് മെഡിസിൻസ് ഉണ്ട്. പെയിൻ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഓപ്പിയോയിഡ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള മോർഫിൻ, പെത്തിഡിൻ, ഫെന്റാനിൽ അങ്ങനത്തെ മെഡിസിൻസ് ഉണ്ട്. അത് ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് അറിയാം. പക്ഷെ അതിലേക്ക് ഇപ്പൊ തന്നെ നല്ല കൺട്രോളുണ്ട്. അതൊക്കെ നല്ല പ്രിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ ഗൈഡ് ലൈൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. എല്ലാ ഹോസ്പിറ്റലിൽ അതിന് വേറെ തന്നെ ഗൈഡ് ലൈൻ, വേറെ തന്നെ പ്രിസ്ക്രിപ്ഷൻ പാറ്റേൺസ് തന്നെ ഉണ്ട്. അതിന് കൊടുക്കുന്ന മരുന്നിന്റെ അളവെല്ലാം കൃത്യമായിട്ട് അത് പാലിക്കപ്പെടുന്നുണ്ടോ ഡോക്ടർ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ഒരു സംഭവം, അതാണ് നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇങ്ങനെ മരുന്ന് ചോദിക്കുന്നു, അവർ കുറിപ്പടിയില്ല, നൽകില്ല എന്ന് പറയുന്നു. മെഡിക്കൽ സ്റ്റോർ അടിച്ചു തകർക്കുകയാണ്. അതേസമയം തന്നെ മറ്റു പലയിടത്തും ഇത്തരം ലഹരിക്ക് വേണ്ടി മരുന്നുകൾ ഉപയോഗിക്കുന്നവരും നേരത്തെ പല ഘട്ടങ്ങളിൽ വന്നതുമാണ്. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അത്തരം നിയന്ത്രണങ്ങൾ യഥാർത്ഥത്തിലുണ്ടോ? നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാലോ, പലപ്പോഴും ആ നിയന്ത്രണങ്ങൾ ചിലയിടത്തെങ്കിലും അത് ബൈപ്പാസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റ് ആണല്ലോ, റിയാലിറ്റി ആണല്ലോ. പക്ഷെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് അത് അഡ്ഹർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മോണിറ്ററിംഗ് കുറച്ചുകൂടി നല്ലതാണ്. ഈ സമയത്തിന്റെ നമുക്കറിയാമല്ലോ ഏത് സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന്. അതെ, അത് വളരെ വേണ്ടത്. കാരണം ഏതെല്ലാം സോഴ്സുകളും നമുക്കിതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, അതെല്ലാം നമ്മൾ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഉള്ള സിസ്റ്റത്തെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് നമ്മളത് റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടും കൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. നന്ദി ഡോക്ടർ ബോബൻ തോമസ്. വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് പോലീസ് എക്സൈസ് സംയുക്ത യോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ടിംഗായി നൽകുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ ബോബൻ തോമസ് ചൂണ്ടിക്കാണിച്ചത്. ഒരിക്കൽ കൂടി നമുക്ക് പോയി കഴിഞ്ഞാൽ അനന്തൻ, ഇത് എങ്ങനെയൊക്കെ നടപ്പാക്കാനാണ്? കാരണം നിലവിൽ ഡോക്ടർ പറഞ്ഞുവല്ലോ, നിലവിൽ ആ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് പല ദൃശ്യങ്ങളിലൂടെ അടുത്ത് വന്ന കാര്യങ്ങൾ. അപ്പോൾ എക്സൈസ് വകുപ്പ് ഇതിന്റെ കൂടിയാലോചനകൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രജീഷ്, സാധാരണഗതിയിൽ മയക്കുമരുന്ന് അടക്കമുള്ള ഇൻടോക്സിക്കേറ്റിംഗ് സ്വഭാവമുള്ള മരുന്നുകൾ NDPS ആക്ടിന്റെ പരിധിയിലുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് അതിന്റെ പട്ടിക പുറത്തിറക്കുന്നത്. അത് വർഷാവർഷം പുതിയ ഉപയോഗം കണ്ടെത്തുമ്പോൾ ആ മരുന്നുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് NDPS ആക്ട് പ്രകാരമുള്ള ലിസ്റ്റിൽപ്പെടുത്തി അതിന്റെ അപ്ഡേഷൻ നടക്കാറുണ്ട്. ഇതുകൂടാതെ മറ്റ് സംസ്ഥാന ഏജൻസികൾ ഇതുപോലെയുള്ള രോഗ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇൻടോക്സിക്കേറ്റിംഗ് മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയാൽ അത് അബ്കാരി ലിസ്റ്റിലുള്ള ലഹരിമരുന്ന് പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ചട്ടമുണ്ട്. അതുപ്രകാരം ഈ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദന സംഹാരികൾ, ഈ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന മരുന്നുകൾ, അത് ഈ അബ്കാരി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് എക്സൈസ് വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി യുവാക്കളിൽ നിന്ന് ഇത്തരം മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊണ്ടു നടക്കുന്നതും അത് ഉപയോഗിക്കുന്നതുമൊക്കെ കണ്ടെത്തി. അപ്പോൾ അത് വലിയ ഒരു ദുരന്തമായിട്ടാണ് ഈ രണ്ട് വകുപ്പുകളും വിലയിരുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. അത് അങ്ങനെ വരുമ്പോൾ ഈ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൈവശം വെച്ചാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കുമെതിരെയൊക്കെ കർശനമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു അധികാരം കൂടി എക്സൈസിനും പോലീസിനും വന്നു ചേരുകയും ചെയ്യും. ഏതായാലും അത് സംബന്ധിച്ചുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. അതിനൊപ്പം തന്നെ വ്യാപകമായി എക്സൈസ് പോലീസ് സംയുക്ത ഓപ്പറേഷൻ മയക്കുമരുന്നിനെതിരെ നടത്താനാണ് സംസ്ഥാനത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ADGP മനോജ് എബ്രഹാമിന്റെയും ഒപ്പം എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവിന്റെ നേതൃത്വത്തിലാണ് രണ്ട് വകുപ്പുകളിലെയും